$1 ബില്യൺ അമേരിക്കൻ ഡോളർ ഏകദേശം 8200 കോടി രൂപ ഇന്ത്യയിലെ ഹൈദരാബാദിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് 15000-ലധികം വരുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾ നിർമ്മിക്കുവാനായിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വെഹിക്കിൾ മാനുഫാക്ചറിംഗ് സ്ഥാപനമായ ബിഡ് എന്ന് പറയുന്ന ചൈനീസ് സ്ഥാപനത്തിന്റെ നീക്കത്തെ ഇന്ത്യ ഗവൺമെന്റ് എതിർത്തത് ഇന്ന് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാവുകയാണ്. ലോകത്തെ മൂന്നാമത് ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വെഹിക്കിൾ ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രി. ഈ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലോട്ട് ഇന്ന് ലോകത്തിലെ പ്രധാനപ്പെട്ട ടെസ്ല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ പ്രവേശനത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ ഇന്ത്യ പല സ്ഥാപനങ്ങളെയും വിലക്കുന്നതായിട്ടുള്ള വാർത്തകൾ ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഈ വിലക്കിന് പിറകിലുള്ള യാഥാർത്ഥ്യം എന്താണ്? നമസ്കാരം, എൻ്റെ പേര് സനൂഫ്. ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റവും ഈ മാറ്റത്തിൽ ചൈനീസ് സ്ഥാപനങ്ങൾ കടന്നുവരാനായിട്ട് ശ്രമിക്കുന്നതിനെ പറ്റിയും ഈ ശ്രമങ്ങൾക്കായിട്ട് ചൈനീസ് ഗവൺമെന്റ് നൽകുന്ന പിന്തുണയെ പറ്റിയും ഇതെങ്ങനെയാണ് നമുക്ക് വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുമെന്നും ഇന്ത്യ എന്തുകൊണ്ടാണ് ചൈനീസ് സ്ഥാപനങ്ങളെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്നു പറയുന്ന കാര്യങ്ങളെ പറ്റിയും ഇത് ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമായിട്ട് മാറുമോ എന്ന് പറയുന്ന വിഷയങ്ങളെ പറ്റിയും എല്ലാമാണ് നമ്മൾ വിശദമായി സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയെല്ലാം ഓവറോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും മനസ്സിലാകും. തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. നമുക്കാദ്യം 2023 ജൂലൈ 25 നടന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയെ പറ്റി അറിയേണ്ടതുണ്ട്. ബ്രിക്സ് എന്ന് പറയുന്ന ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓർഗനൈസേഷൻ പ്രധാനമായിട്ടും ഈ ബ്രിക്സ് രാജ്യങ്ങൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ലോകത്തെ പുതിയൊരു വേൾഡ് ഓർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ഈ സമ്മിറ്റിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ അജിത് ഡോവലും ചൈനീസ് ടോപ്പ് ഡിപ്ലോമറ്റായ വാങ് യിയും തമ്മിൽ ഒരു ബൈലാറ്ററൽ ചർച്ച നടന്നിരുന്നു. ഈ ചർച്ച ഇന്ന് വ്യാപകമായ തോതിൽ ചർച്ചാ വിഷയമാവുകയാണ്. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ്, പ്രത്യേകിച്ച് ചൈനയുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന റിക്വസ്റ്റ് ആണ് കൂടുതൽ ചർച്ചകൾക്ക് കാരണമായി തീരുന്നത്. ഈ വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് ചൈനയിലെ ഒരു മേജർ പൊളിറ്റിക്കൽ പ്രോബ്ലത്തെ പറ്റി കൂടി അറിയേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ചൈനീസ് ഫോറിൻ മിനിസ്റ്ററെ കാണാനില്ല എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന വാർത്തകളെ പറ്റി വിശദമായി സംസാരിച്ചിരുന്നു. ചൈനീസ് ഫോറിൻ മിനിസ്റ്ററായ ക്യൂങ് ഗാങ്സിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയുടെ പുതിയ ഫോറിൻ മിനിസ്റ്ററായിട്ട് വീണ്ടും വാങ് യി എന്ന് പറയുന്ന അവരുടെ ടോപ്പ് ഡിപ്ലോമാറ്റ്സിനെ നിയമിച്ചായിട്ടുള്ള വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. സോ വാങ് യി ഓൾറെഡി ചൈനീസ് ഫോറിൻ മിനിസ്റ്ററെക്കാളും ഉന്നത തലത്തിലിരിക്കുന്ന ഒരു പൊസിഷനിലായിരുന്നു ഉണ്ടായത്. അദ്ദേഹത്തെ വീണ്ടും ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ആക്കുന്നത് ചൈനയിലെ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലത്തെയാണ് കൃത്യമായി സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു പൊളിറ്റിക്കൽ പ്രോബ്ലം ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യയുമായുള്ള ചർച്ചയിൽ ചൈന മൃദുവായ സമീപനം കാണിച്ചിരിക്കുന്നതായിട്ട് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യയോട് ചൈന ആവശ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ചൈന ഇന്ത്യക്കൊരു ഭീഷണിയല്ല എന്നും ഇന്ത്യയുമായിട്ടും ബാക്കിയുള്ള പല രാജ്യങ്ങളുമായിട്ടും ഒരുമിച്ചുള്ള സഹകരണം നടപ്പാക്കാനായി ചൈന ശ്രമിക്കുന്നുണ്ടെന്നും ഇത് ലോകത്തിന്റെ പുതിയൊരു മാറ്റത്തിന് കാരണമായി തീരുമെന്നും ഇതിലൂടെ മ്യൂച്വലി വിജയം നേടാൻ സാധിക്കുമെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചൈനീസ് ഡിപ്ലോമേറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ ചൈനയുടെ പുതിയൊരു ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആഗോളതലത്തിൽ ചർച്ചാ വിഷയമാകാനുള്ള കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ തർക്കമാണ്. കാരണം കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ അതിർത്തി തർക്കം ഏറ്റവും കൂടുതൽ രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോഴും ഈ ഒരു പ്രശ്നം കോംപ്രമൈസ് ആകാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ചൈന ഈ സമയത്താണ് ഇന്ത്യയുമായിട്ട് ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ്, പല മേഖലയിലും ഒരുമിച്ച് പ്രവർത്തിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിനും ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾക്കും ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ എന്ന് പറയാൻ സാധിക്കും. ആ കണക്ഷനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു മേജർ ന്യൂസിനെ പറ്റി അറിയേണ്ടതുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് വെഹിക്കിൾ നിർമ്മിക്കുന്ന ഒരു സ്ഥാപനമാണ് ബിഡ് എന്ന് പറയുന്ന ചൈനീസ് സ്ഥാപനം. ഈ സ്ഥാപനം ഇന്ത്യയിലോട്ട് അവരുടെ വേരുറപ്പിക്കാനായിട്ട് വർഷങ്ങളായി ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമങ്ങൾ കൃത്യമായിട്ട് ഫലവത്താതെ പോകുന്നതായിരുന്നു കാണാൻ സാധിച്ചത്. എന്നാൽ 2023 ഈ ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തുപാരാനും 10,000 മുതൽ 15,000-ഓളം വരുന്ന ഇലക്ട്രോണിക് വെഹിക്കിൾസ് ഇന്ത്യയുടെ അകത്തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സെല് ചെയ്യാനായിട്ട് ഈ ഒരു സ്ഥാപനം ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനമായി ചേർന്നുകൊണ്ട് $1 ബില്യൺ അമേരിക്കൻ ഡോളറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ നടത്തുവാനായിട്ട് ബിഡ് എന്ന് പറയുന്ന സ്ഥാപനം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ പ്രഖ്യാപനം നടത്തുക മാത്രമല്ലാതെ ഇതിനായിട്ടുള്ള നീക്കങ്ങളും ബിഡ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ നീക്കങ്ങളെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നു പറയുന്ന വാർത്തകളിൽ നിന്ന് പുറത്തു വന്നത്. എന്തിനാണ് $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ റദ്ദാക്കണം? 2003 ശേഷം ഇന്ത്യയിലെ വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്തത് ആകെ മൊത്തത്തിൽ $2.3 ബില്യൺ അമേരിക്കൻ ഡോളർ മാത്രമാണ്. ഈ സമയത്ത് ഇത്രയും വലിയൊരു തുക ചൈനീസ് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇന്ത്യയുടെ വെഹിക്കിൾ ഇൻഡസ്ട്രിക്ക് വലിയൊരു ബൂസ്റ്റിംഗ് ആയിട്ട് മാറുമെന്നും ഇലക്ട്രോണിക് വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ഡ്രീമിന് ഇന്ത്യ ഏറ്റവും പെട്ടെന്ന് എത്തിക്കാൻ സാധിക്കുന്ന ഘടകമായിട്ട് മാറുമല്ലോ, പിന്നെ എന്തിനാണ് ഇത് റദ്ദാക്കിയെന്ന് പറയുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രീതിയിൽ ഇന്ത്യയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു സെക്യൂരിറ്റി കൺസേൺ പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു നീക്കത്തെ റദ്ദാക്കുന്നു പറയുന്നതിനാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ഈ പ്രഖ്യാപനം ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റ് പറഞ്ഞായിട്ടാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയും വലിയ തുക ഇന്ത്യ റദ്ദാക്കിയപ്പോൾ തന്നെ ഇത് വ്യാപകമായ ചർച്ചാ വിഷയമായിട്ട് മാറുന്നുണ്ട്. ഇന്ത്യയുടെ വെഹിക്കിൾ ഇൻഡസ്ട്രിയും ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പല മേഖലയും ഇത് കാര്യമായി ബാധിക്കുമെന്നുള്ള അഭിപ്രായങ്ങളും ഇന്ന് വിദഗ്ധർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അഭിപ്രായങ്ങളെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ചൈനീസ് കമ്പനീസിനോട് കീപ്പ് ചെയ്യുന്ന ഒരു മനോഭാവത്തെ പറ്റി അറിയേണ്ടതുണ്ട്. 2020 ശേഷം ഇന്ത്യ അതിർത്തിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ചൈനയുമായിട്ട് ഉണ്ടാക്കിയപ്പോൾ, ഗൽവാൻ വാലി സംഘർഷമെല്ലാം വ്യാപകമായ തോതിൽ മാറിയപ്പോൾ ചൈനയിലെ പല സ്ഥാപനങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയിലോട്ട് വരുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ച് അതിൽ പഠിച്ച് കാര്യമായ നീക്കങ്ങൾ നടപ്പാക്കാനായിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇന്ത്യയുമായിട്ട് കരമാർഗം അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നീക്കങ്ങൾ ഇന്ത്യയുടെ ഫോറിൻ മിനിസ്റ്ററുടെ കീഴിലും കൊണ്ടുവരാനായിട്ടും ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് ആ കാര്യങ്ങളെപ്പറ്റി പരിഗണിച്ച് അതിൽ പ്രശ്നമില്ലാന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം അത് അപ്രൂവ് ചെയ്യുമെന്ന് പറയുന്ന നീക്കത്തെ നടപ്പാക്കിയിരുന്നു. ഈ നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചൈനീസ് സ്ഥാപനങ്ങൾ പലതും ഇന്ത്യയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോകേണ്ടതായിട്ട് വന്നിരുന്നു. അങ്ങനെയാണ് ടിക്ടോക്കും ബാക്കി പല ചൈനീസ് ആപ്സും ഇന്ത്യ ബാൻ ചെയ്തതായിട്ട് ആ സമയങ്ങളിൽ വാർത്തകൾ പുറത്തു വന്നത്. ഈ വാർത്ത കൂടാതെ തന്നെ ഇന്ത്യയുടെ ഗവൺമെന്റ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാനായിട്ട് ചൈനീസ് സ്ഥാപനങ്ങൾ ടെൻഡർ നൽകണമെങ്കിലും അതിനും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വെഹിക്കിൾ മാനുഫാക്ചർ ആയിട്ടുള്ള ഗ്രേറ്റ് വാൾ മോട്ടോഴ്സുമായിട്ടും ഇന്ത്യ ഒരു പ്രശ്നത്തിലായത്. ഗ്രേറ്റ് വാൾ മോട്ടോഴ്സ് ഇന്ത്യയിൽ ഇതേപോലെ തന്നെ $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡസ്ട്രി അവർക്ക് അനുകൂലമായ രീതിയിൽ മാറ്റുവാനായിട്ട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതും ഇന്ത്യ ആ കാലഘട്ടത്തിൽ റിജക്ട് ചെയ്തിരുന്നു. സോ 2020 ശേഷം ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യമായ വിള്ളൽ വീഴ്ത്തുവാനായിട്ട് ഈ ഒരു വെഹിക്കിൾ ഇൻഡസ്ട്രിയിൽ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന MG മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഈ MG ഹെക്ടർ എന്നൊക്കെ പറയുന്ന കാറിൽ നിങ്ങൾ കണ്ടിരിക്കും. ഈ ഒരു MG ഹെക്ടർ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന പോലും അവരുടെ ചൈനീസ് കമ്പനിയുമായുള്ള ഷെയർ മുഴുവനായിട്ടും അത് ഡിസോൾവ് ചെയ്തിട്ട് ഇന്ത്യയിലെ പല സ്ഥാപനവുമായി സഹകരിച്ചുകൊണ്ടാണ് അവർ പ്ലാന്റ് നിർമ്മിച്ച് ഈ കാറുകൾ നിർമ്മിക്കുന്നത്. സോ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന MG എന്ന് പറയുന്ന സ്ഥാപനത്തിന് കാര്യമായ വെല്ലുവിളികളും ഈ കാലഘട്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2017 MG ഹെക്ടർ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിൽ വന്ന ശേഷം അവർ ഇന്ത്യയിൽ പല മേഖലയിലും പ്ലാന്റ് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അതിനെല്ലാത്തിനും തന്നെ ചൈന ഇന്ത്യയുമായിട്ടുണ്ടാക്കിയ അതിർത്തിയിലെ പ്രശ്നം മൂലം കാര്യമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ അവസാനം MG ഹെക്ടർ ഇന്ത്യയിലെ പ്രവർത്തനം പോലും അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പോലും ഈ സമയത്ത് പുറത്തു വന്നിരുന്നു. പക്ഷെ ഇന്നും ഇന്ത്യയിൽ പല സ്ഥാപനങ്ങളെ സഹകരിച്ചുകൊണ്ടാണ് MG ഹെക്ടർ പ്രവർത്തിക്കുന്നത്. ഇതേപോലെ പ്രവർത്തിക്കാനായിട്ടായിരുന്നു ഈ ബിഡ് എന്ന് പറയുന്ന സ്ഥാപനം ശ്രമിച്ചത്. പക്ഷേ ബിഡിന് റിജക്ട് ചെയ്യാനുള്ള വൺ ഓഫ് ദ മേജർ റീസൺ ആയിട്ട് ഇന്ന് പല എക്സ്പേർട്സും പറയുന്ന അഭിപ്രായമാണ് ടെസ്ലയുടെ വരവിനായിട്ട് ഇന്ത്യ കാര്യമായ ഒരുക്കങ്ങൾ നടപ്പാക്കുകയാണ്. കാരണം 2022 തന്നെയായിരുന്നു ടെസ്ല ചൈനയിൽ നിന്ന് കാർ നിർമ്മിച്ച് ഇന്ത്യയിൽ വിൽക്കാനുള്ള നീക്കം നടപ്പാക്കുമെന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വന്നത്. ഈ വാർത്ത വന്നപ്പോൾ തന്നെ ഇന്ത്യയുടെ ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യമായിരുന്നു, ഒരിക്കലും ഇത് ഇന്ത്യ അനുവദിക്കില്ല എന്നും ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ കാർ നിർമ്മിച്ച് അത് ഇന്ത്യയിൽ സെല് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നും അല്ലാതെ ചൈനീസ് കാർ നിർമ്മിച്ച് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാനായിട്ട് ഇന്ത്യ അനുവദിക്കില്ല എന്ന് പറയുന്ന കാര്യമായിരുന്നു ഇന്ത്യ മുന്നോട്ട് വെച്ചത്. അങ്ങനെ അവസാനം ഏറ്റവും ഒടുവിൽ ടെസ്ല ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നുവെന്നും ഇന്ത്യയിൽ പ്ലാന്റുകൾ നിർമ്മിക്കുന്ന വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ വാർത്തകൾ ശരിയാണെങ്കിൽ ടെസ്ലയുടെ വരവിനായിട്ട് ഇന്ത്യ കാര്യമായ ശ്രമങ്ങൾ നടപ്പാക്കുന്ന തരത്തിലാണ് ഇന്ന് ഈ ഒരു ഓഫർ റിജക്ട് ചെയ്തതിനെ പറ്റിയിട്ടും ചില എക്സ്പേർട്സിന്റെ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ വരാൻ പോകുന്ന ഒരു മേജർ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ മോട്ടീവും ഇതിന് പിറകിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ചൈനയെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട്. ആ കാര്യത്തിലോട്ട് കൂടുതൽ വേഗത്തിലായിട്ട് ഇന്ത്യ നടപ്പാക്കുന്ന പല നീക്കങ്ങളിലൊന്നായിട്ടും ഇത്തരം ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് തടയാനുള്ള നീക്കങ്ങൾ കാണുവാൻ സാധിക്കും. ചൈനയിൽ നിന്ന് വരുന്ന ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യ ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ചൈനയ്ക്കും വലിയൊരു ആശങ്കയായിട്ട് മാറിയേക്കാം. കാരണം ഇന്ത്യ പോലത്തെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രിയിൽ ചൈനയ്ക്ക് ഒരു പ്രസൻസ് ഇല്ലാതാകുമ്പോൾ അത് അവർക്ക് വലിയ തോതിൽ ബാക്കിയുള്ള പല രാജ്യങ്ങളുടെ ഇടപെടലിൽ പോലും കാര്യമായി ബാധിച്ചേക്കാം. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താനായിട്ട് ചൈന എന്ന് ഒരു വേറിട്ട ആശയവുമായി ചർച്ചകൾക്ക് തയ്യാറാകുന്നത്. സോ ഇത്തരം ഒരു ഓഫർ റിജക്ട് ചെയ്തതിലൂടെ ഇന്ത്യക്ക് വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് പല സ്ഥാപനങ്ങളും ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കാനായിട്ട് ഒരു വട്ടം കൂടെ ആലോചിക്കുമെന്ന് പറയുന്നത്. കാരണം മേ ബി ആ സ്ഥാപനത്തിന്റെ പാരന്റ് കമ്പനി ഇന്ത്യയുമായിട്ട് പ്രശ്നത്തിലുള്ള ഏതെങ്കിലും രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ മേ ബി ഇന്ത്യ ആ രാജ്യവുമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഏർപ്പെട്ടാൽ അവരുടെ കമ്പനിയുടെ മുഴുവൻ പ്രവർത്തനം ഇന്ത്യയിൽ റദ്ദാക്കേണ്ടതായിട്ട് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അത് ആ സ്ഥാപനത്തിന് സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമുണ്ടായേക്കാം. സോ ആ ഒരു കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യയിലോട്ട് വരുന്ന പല സ്ഥാപനങ്ങളും ഇത് വീണ്ടും ആലോചിക്കുമെന്ന് പറയുന്ന അഭിപ്രായങ്ങളും എക്സ്പേർട്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് ഒന്നാമത്തെ ഒരു പ്രശ്നമായിട്ട് ഇന്ത്യക്ക് മാറുമ്പോൾ രണ്ടാമത്തെ കാര്യം ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടുതലായിട്ട് താഴുമെന്നുള്ള അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇപ്പോൾ പല സ്ഥാപനങ്ങളും ചൈനയിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലോട്ട് വരുന്നു പറയുന്ന വാർത്തകൾ വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വരുന്ന സ്ഥാപനങ്ങളെക്കാളും കൂടുതൽ സ്ഥാപനങ്ങൾ വിയറ്റ്നാമിലോട്ടും ബാക്കിയുള്ള പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലോട്ടും പോകുന്നുണ്ട്. അതിന് മേജർ റീസൺ ഈ രാജ്യങ്ങൾ
ആ ബിസിനസ്സുകൾക്ക് അനുകൂലമായ രീതിയിൽ പല നീക്കങ്ങൾ നടപ്പാക്കുന്നത് പറയുന്നതാണ്. അവർക്ക് വേണ്ട പല ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഈ രാജ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ടാക്സും ബാക്കിയുള്ള പല ആനുകൂല്യങ്ങളും ഈ സ്ഥാപനങ്ങൾക്ക് ഈ രാജ്യങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഒരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമായിട്ട് മാറുന്നതായിട്ടും പല കമ്പനീസും അവരുടെ മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യയിൽ വന്ന് ബിസിനസ് ചെയ്യാനായിട്ട് ഒരു വട്ടം കൂടെ ആലോചിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനും ഇതൊരു മേജർ റീസൺ ആയിട്ട് മാറിയേക്കാം. കാരണം ഇന്ത്യ ഇത്തരം സ്ഥാപനങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ ഇൻഡസ്ട്രിക്ക് കാര്യമായ പ്രശ്നമായിട്ട് മാറുമെന്ന് പറയുമ്പോഴും അതേ തരത്തിൽ തന്നെ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടും ഇന്ത്യയിലോട്ട് വരുന്ന പല കമ്പനീസിനും ഇതൊരു കാര്യമായ ഒരു മുന്നിലുള്ള ഒരു ചോദ്യമായിട്ടും അവശേഷിച്ചേക്കാം. സോ ഇങ്ങനൊരു പ്രശ്നം കൂടെ അവശേഷിക്കുന്നുണ്ട്. സോ എൻറ്റയർലി ഇന്ത്യയുടെ നീക്കത്തിലൂടെ പല നേട്ടങ്ങൾ ലഭ്യമാകുമ്പോഴും പല കോട്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചൈനയുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് ഇതൊരു കാരണമായി മാറുമെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു പല പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുവരുമ്പോഴേക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തെ പറ്റി പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി ഇന്ത്യ നടപ്പാക്കിയ നീക്കത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ജയ് ഹിന്ദ്.